iPhone വേഴ്സസ് സാംസങ് ഓർ അതർ ബ്രാൻഡ്സ്. ഞാൻ പറയുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഐഫോണാണ്, പിന്നെ സാംസങ്ങും അതർ ബ്രാൻഡ്സും. എന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെയൊക്കെ ഇഷ്യൂ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങാം. ഇപ്പം നമ്മളൊരു വീഡിയോ എടുക്കുമ്പോഴത്തെ ക്ലാരിറ്റി ഒരു വർഷം കഴിഞ്ഞാൽ ഇല്ല. അത് ഞാൻ വേണേൽ തെളിയിച്ച് കാണിക്കാൻ കമൻറ്റ് ഇട്ടാൽ. എൻ്റെ ഒരു സുഹൃത്തൊരു സാംസങ് എടുത്ത് വീഡിയോ എടുക്കാൻ, പക്ഷേ എടുത്തപ്പോൾ നല്ല ക്ലാരിറ്റിയാണ്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് അതേ പ്രോഗ്രാം തന്നെ, അത് വെച്ചാൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഭജന പോലത്തെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത വർഷം എൻ്റെ ക്ലിപ്പെല്ലാം എടുത്ത് എഡിറ്റ് ചെയ്യാൻ അതിൻ്റെ കൊണ്ടുവന്നപ്പം ഇതേ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഐഫോണിന് അങ്ങനെ ഒരു വിഷയം വരത്തില്ല. അത് നമ്മൾ ആ ബ്രാൻഡ് വാല്യൂ ആണ് അതിൻ്റെ അത് തീരുമാനിക്കുന്നത്. വെച്ചാൽ ഈ ഒരു സാധനത്തിനെ കോപ്പി അടിച്ച് ഇറക്കിയേക്കുന്നതാണ് സാംസങ്. അപ്പോൾ അതിൻ്റേതായ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റേതായ ക്വാളിറ്റിയിലെല്ലാം ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പം ഏറ്റവും ബെറ്റർ ഐഫോണാണ്. പിന്നെ നിങ്ങളുടെ ഓരോ കാഴ്ചപ്പാടനുസരിച്ച് യൂസർ എക്സ്പീരിയൻസും യൂസേജും ഒക്കെ അനുസരിച്ച് നമുക്ക് സാംസങ്ങോ അല്ലെങ്കിൽ അതർ ബ്രാൻഡ്സൊക്കെ എടുക്കാം. പക്ഷേ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അല്ല വ്ളോഗിങ്ങിനൊക്കെ ഏറ്റവും ബെറ്റർ ഐഫോൺ തന്നെയാണ് എപ്പോഴും എന്നും. നിങ്ങൾ ഈ സൂമിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു നിങ്ങളെ ഒന്ന് ചിന്തിച്ച് വല്ലപ്പോഴും ഒരു സൂം ചെയ്തൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതെടുക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൻറ്റ് ക്രിയേഷൻ ചെയ്യാൻ ഒരു നല്ല ക്ലാരിറ്റി നഷ്ടപ്പെടാത്തൊരു ഫോണല്ലേ വേണ്ടത്, നല്ല ബെറ്റർ ഓഡിയോ ക്വാളിറ്റി ഉള്ളൊരു ഫോണല്ലേ വേണ്ടത്. അല്ല സെൽഫി എടുത്തിട്ട് അത് നിങ്ങളുടെ ഫോണെ മാത്രം കണ്ടാൽ പോലെ നിങ്ങൾ ആ സെൽഫി എടുത്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പം ബാക്കിയുള്ള ഫോണിൽ നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണ്ടേ. അങ്ങനെ തരാത്ത ഒരു മറ്റ് ബ്രാൻഡുകളുടെ ഫോൺ എടുത്തിട്ട് കാര്യമുണ്ടോ? നിങ്ങളെ മാത്രം ചുമ്മാ ഫിൽറ്റർ ഇട്ട് തൃപ്തിപ്പെടുന്ന ഫോൺ എടുത്തിട്ട് കാര്യമുണ്ടോ? ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഐഫോൺ കുറച്ച് നാളത്തേക്ക് നല്ല യൂസ് ചെയ്യുക. അപ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഞാൻ വേണേൽ ഇതിനെപ്പറ്റി കുറേ നെഗറ്റീവുകൾ ഇങ്ങനെ തുടരെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ വേണേൽ ഫേമസ് ആയി പോകും. അത് എന്താണെന്ന് വെച്ചാൽ 80% ആൾക്കാരും ആൻഡ്രോയിഡും 20% ആൾക്കാരും നമ്മുടെ ഐഫോൺ പോലെ ഫോണുകളുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് യൂസ് ചെയ്യുന്നവർ അതിൻ്റെ ഗുണങ്ങൾ, ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം ഏതോ അതിനെപ്പറ്റി നല്ലത് പറഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യും. ഞാൻ ഐഫോണിനെ പറ്റി ബെറ്റർ പറയുമ്പോൾ എനിക്ക് ലൈക്കും കമൻറ്റും കൂടുതൽ വരാൻ സാധ്യത കുറവാണ്. സമയം ഞാൻ എന്തെങ്കിലും ഐഫോണിനെ പറ്റി കുറ്റം പറഞ്ഞ് ആൻഡ്രോയിഡും സാംസങ്ങും ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്കിഷ്ടം പോലെ ലൈക്കും ഫോളോവേഴ്സും കമൻറ്റും ഒക്കെ വന്നുകൊണ്ടിരിക്കും. ആ തിയറി ഉപയോഗിക്കുന്ന ധാരാളം പേര് ഇതിനെ ഡീഗ്രേഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. നിങ്ങൾക്ക് കണ്ടൻറ്റ് ക്രിയേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഫേമസ് ആകാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐഫോൺ തന്നെയാണ് ഫാർ ബെറ്റർ എന്നും എപ്പോഴും. ഞാൻ വേണേൽ അത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ തെളിവ് സഹിതം കാണിക്കാം. ക്ലിപ്പിൻ്റെയും ഫോട്ടോയുടെയും ക്വാളിറ്റി കുറയുന്നതും കൂടുന്നതിനുള്ള ഡിഫറൻസ് കാണിക്കാം. ഞാൻ ലോ എൻഡ് ഫോണുകളിലൊക്കെ എടുത്ത ഫോട്ടോസ് നിങ്ങളൊരു സിസ്റ്റത്തിൽ കൂട്ടുകാരുടെ സിസ്റ്റത്തിൽ കയറ്റിയിട്ട് നിങ്ങൾ സൂം ചെയ്ത് നോക്കണം. അപ്പോൾ അറിയാൻ ഡിഫറൻസ്. ഐഫോണിൽ സാംസങ്ങിനും ഫോട്ടോയ്ക്ക് അത്ര വലിയ ക്ലാരിറ്റി കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഫോട്ടോ ബെറ്ററാണ് സാംസങ്ങിൻ്റെ. പിന്നെ ഈ AI ഫീച്ചറുണ്ട് സാംസങ്ങിൻ്റെ അകത്ത്. ഇപ്പം സൈഡിൽ ഇപ്പോൾ ഒരു പാത്രം എന്തെങ്കിലും ഒരു സാധനം ഇവിടെ ഇരുന്ന ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യുക, അതൊന്നും ഒരു വലിയ ഗുണമുള്ള കാര്യങ്ങളൊന്നുമല്ല, ഉപയോഗത്തെ കൊള്ളിക്കുന്ന കാര്യങ്ങളല്ല. ഒരു കളിപ്പാട്ടത്തിൽ വരുന്ന സാധനമായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പം നല്ലൊരു ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ഫ്രെയിം വൃത്തിയായിട്ട് ഫോട്ടോ എടുക്കണം, അല്ലാതെ ഈ ഒത്തിരി എഡിറ്റിങ് ചെയ്യുക അങ്ങനെ എങ്ങനെയാണ്. AI ഫീച്ചറായിട്ട് അതൊന്നും അല്ല ഉൾപ്പെടുത്തേണ്ടത്. AI ഫീച്ചറായിട്ട് ഉൾപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് AI ഫീച്ചറിൻ്റെ ഇതിൻ്റെ അകത്ത് പെടുത്തുന്നത്. അതൊക്കെയാണ് AI ഫീച്ചർ. അല്ല സാംസങ്ങിന് അങ്ങനെ എങ്ങനെയാണെന്നുള്ളത്. ഏറ്റവും എന്നും എപ്പോഴും ഐഫോൺ കഴിഞ്ഞിട്ടേ ഉള്ളൂ സാംസങ്. അല്ല വേറെ സെയിൽസ് കിങ് സാംസങ് ആയതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ധാരാളം എണ്ണത്തിൽ ആളുകൾ കൂടുതൽ എടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇതിൽ മാത്രമാണ്. അല്ലാതെ ക്വാളിറ്റിയിലോ ക്യാമറയിലോ ബെറ്റർ ആയതുകൊണ്ട് മാത്രമല്ല സാംസങ് ബെറ്ററായി സെയിൽ കിങ് ആയി നിൽക്കുന്നത്. പിന്നെ പ്രൈസ് ഓവർ പ്രൈസ്ഡ് ആണെന്ന് പറയുന്നവരോട് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ ഈ കൊടുക്കുന്ന പ്രൈസിനുള്ള വാല്യൂ ഈ ഐഫോൺ തരുന്നുണ്ട്. മറ്റ് സാംസങ് അല്ലെങ്കിൽ ഓപ്പോ അല്ലെങ്കിൽ 20 രൂപ 30 രൂപയ്ക്ക് 40 രൂപയ്ക്ക് തരുന്ന അവർ ആ പ്രൈസിനുള്ള ക്വാളിറ്റി തരുന്നുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു പർപ്പസ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട് എന്ന് വെച്ചാൽ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, വ്ളോഗിങ് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സാഹചര്യം, ഇമ്പോർട്ടൻറ്റ് ഡേറ്റകൾ നിങ്ങളുടെ ഫോണിലുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഫാർ ബെറ്ററാണ് എപ്പോഴും ഐഫോണാണ്. ഓക്കെ, താങ്ക് യു.